UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറിയും അതുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഡീറ്റെയിൽസുമാണ്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂരിഭാഗം ഒരുപാട് ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. മറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ല മാച്ച് ദ ഫോളോയിങ്. ഇത് ശരിക്കും നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഡിസ്കസ് ചെയ്ത് തീരൂല. അത്ര അധികം കണ്ടൻറ്റ് ഈ ഒന്നിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക്ക് തന്നെ ഇതിലിപ്പോൾ ഈ 4 ഉണ്ടല്ലോ, 4 ഒന്ന് തന്നെ ഒരു മണിക്കൂർ അങ്ങ് ഡിസ്കസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലിസ്റ്റ് 1ൽ പറയുന്നത് കൺസെപ്റ്റ്സ് അതുപോലെ തന്നെ തിയറീസൊക്കെയാണ്. ലിസ്റ്റ് 2ൽ പറയുന്നത് തിങ്കേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് ഈ ടോപ്പിക്ക് നോക്കുന്ന സമയത്ത് ഇവരൊക്കെ ഏത് മേഖലയിലാണ് ഉള്ളതെന്നൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ JB വാട്സൺ ലിസ്റ്റ് 2ലെ നമ്പർ 2, അദ്ദേഹം ഒരു ബിഹേവിയറൽ സൈക്കോളജിസ്റ്റാണ്. അതുപോലെ വില്യം വൂണ്ട് വരുന്നത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ വരുന്നതാണ്. പിന്നെ ആരാണ്? ഹാൽമോട്ട്സ് വരുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന ആളാണ്. പിന്നെ റഡോൾഫ് ലോഡ്സ്, അദ്ദേഹം ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ വരുന്ന ഒരു ആളാണ്. അപ്പോൾ നമുക്ക് ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ചോദ്യത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ബിഹേവിയറലിസം, സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ബിഹേവിയറലിസം, ആൻഡ് സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് വേറെയും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്കെടുക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് ആണ്. ഈ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് ഇത് JB വാട്സൻ്റെ ഒരു തിയറിയാണ്. ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് JB വാട്സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഈ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ് എന്നാണ്.
പറയാം നമുക്ക്. ഈ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1920കളിലാണ് ഈ എക്സ്പെരിമെൻ്റ് നടന്നത്. ഇതിൻ്റെ ബേസിൽ കുറേ ടേംസും കുറേ കൺസെപ്റ്റുകളും ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം ജനിച്ചത് 1878 അദ്ദേഹത്തിൻ്റെ മരണം 1958. ഇദ്ദേഹമാണ് ഈ ബിഹേവിയറലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ബിഹേവിയറലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടില്ല, നമുക്ക് കാണാൻ കഴിയാത്ത മൈൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക ബിഹേവിയറാണ്. ബിഹേവിയർ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, നമ്മളെ കാണാൻ കഴിയാത്ത നമ്മളെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഒരാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അയാളുടെ മാനസികാവസ്ഥയും കാഴ്ചപ്പാടൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിഹേവിയർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒബ്സർവബിൾ ബിഹേവിയർ മാത്രമേ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഓക്കെ, നമുക്ക് നോക്കാം ഇദ്ദേഹം എന്താ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പറയുന്നത് ജോൺ റോഡസ് വാട്സൺ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം 1878 ജനിച്ചത്. 1958 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു നേരത്തെ പറഞ്ഞല്ലോ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണത്. അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. അദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഹേവിയറലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, അതായത് ഈ ബിഹേവിയറലിസം എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇദ്ദേഹമാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയാം. ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ ബിഹേവിയറൽ സ്കൂൾ. സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളല്ല, പേഴ്സ്പെക്റ്റീവാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതാണ് എന്ത് പറഞ്ഞത്, നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള മൈൻഡിനെ കുറിച്ച് ഉള്ള സ്റ്റഡി ഒന്നും പോസിബിൾ അല്ല. നമുക്ക് ഒബ്സർവബിൾ ബിഹേവിയർ മാത്രമേ, അതായത് കാണാൻ കഴിയുന്ന ബിഹേവിയർ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, മെയിനായിട്ട് ഇദ്ദേഹം പറയുന്നത്. He rejected the study of the internal unseen മൈൻഡ്. ഓക്കെ, അതായത് ഇതിന് ഇൻട്രോസ്പെക്ഷൻ എന്നാണ് പറയാം. ഇൻട്രോസ്പെക്ഷൻ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക്, നമ്മളിലേക്ക് തന്നെ പഠിക്കും. നമ്മളെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും ഇതിനെ പഠിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതിന് അദ്ദേഹം പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. and argued that psychology ഒബ്സർവബിൾ ബിഹേവിയറിനെ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഇതൊരു പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണ്, ഇത് നോക്കേണ്ടതാണ്. ഓക്കെ, സെർബ്രൽ ബിഹേവിയർ. ബിഹേവിയർ. ഓക്കെ, ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിനെ പരിചയപ്പെടാം. ഈ എക്സ്പെരിമെൻ്റ് തന്നെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ മുഴുവൻ ആവുമെന്ന് അറിയില്ല. ഏതായാലും എക്സ്പെരിമെൻ്റ് പറയാം, പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹം നടത്തിയൊരു എക്സ്പെരിമെൻ്റാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ്. ഇത് പറഞ്ഞില്ലെങ്കിൽ പക്ഷേ ഇത് എക്സ്പെരിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മാത്രമല്ല ഈ എക്സ്പെരിമെൻറ്റിൽ കുറേ തിയറികൾ വരുന്നുണ്ട്, ഇത് മാത്രമല്ല വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ. ഇത് ഇദ്ദേഹം കണ്ടക്ട് ചെയ്തത് 1920-ലാണ്. ഇതെന്താണ് ശരിക്കും എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് കൂടെ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവാൻ പാവ്ലോവിൻ്റെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചല്ലോ. അതായത് നമുക്ക് രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബെല്ലിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. നായക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബെല്ലടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ബെല്ലും ഭക്ഷണവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ബെല്ലടിക്കുന്ന സമയത്ത് വായിൽ ഉമിനീര് വരുന്നു എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ പാവ്ലോവിൻ്റെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനുഷ്യനിൽ പരീക്ഷിക്കാൻ ഇദ്ദേഹം എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഗവേഷണം ഇദ്ദേഹം നടത്തുന്നത്. ഓക്കെ, ഇദ്ദേഹം 11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. ആൽബർട്ട് ബി എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവരെ ലിറ്റിൽ ആൽബർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പോൾ ഇദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി, പാവ്ലോവിൻ്റെ തിയറി മനുഷ്യരിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലി, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബെല്ല് നായയിൽ ബെല്ല് പരീക്ഷിച്ചു, ബെല്ലടിച്ച് നോക്കി ആദ്യം പാവ്ലോ. അപ്പോൾ ഇന്നലെ പറഞ്ഞതാണ്, പാവ്ലോ ആദ്യം നായയുടെ മുന്നിൽ ബെല്ലടിച്ച് നോക്കിയപ്പോൾ നായയുടെ വായിൽ ഉമിനീരൊന്നും വരുന്നില്ല. അപ്പോൾ അതിനെ എന്ത് പറയും, നാച്ചുറൽ സ്റ്റിമുലി എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊന്നും എന്ത് ചെയ്യില്ല, മറ്റ് കണക്ഷൻസ് ഒന്നും അതിനില്ല, അത് എന്തുമായി റിലേറ്റഡ് അല്ലല്ലോ. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ഈ ചെറിയ കുട്ടിയുടെ 11 മാസം പ്രായമായ, 11 വയസ്സല്ല 11 മാസം പ്രായമായ കുട്ടിയാണ്. ആ കുട്ടിയുടെ മുന്നിൽ വൈറ്റ് റാറ്റ്, അത് എലികൾ, വെളുത്ത എലി, അതുപോലെ റാബിറ്റ്, അതുപോലെ ഡോഗ്, അതുപോലെ മങ്കി, അതുപോലെ മുടിയില്ലാത്ത മാസ്ക്, അതുപോലെ ന്യൂസ് പേപ്പർ ബേണിങ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കത്തിക്കുന്ന ന്യൂസ് പേപ്പർ കത്തിച്ചുകൊണ്ട് നമുക്ക് ഹാജരാക്കി ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് ആ കുട്ടിക്ക് ഭയമൊന്നും ഉണ്ടായില്ല. ഓക്കെ, വെളുത്ത റാറ്റിനെ കണ്ടു, ആ കുട്ടിക്ക് ഭയം ഉണ്ടായില്ല. റാബിറ്റിനെ കണ്ടു, അപ്പോഴും ആ കുട്ടിക്ക് ഭയം ഉണ്ടായില്ല. അതുപോലെ ഡോഗ്, മങ്കി, മാസ്ക്, ബേണിങ് ന്യൂസ് പേപ്പർ, ഇതൊന്നും ആ കുട്ടിക്ക് എന്ത് ചെയ്തില്ല,
ഭയം ഉണ്ടായില്ല. അപ്പോൾ ഇത് നാച്ചുറൽ സ്റ്റിമുലിയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്തു, പെയർ ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ ഏതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ പാവലോ ബെല്ല് പെയർ ചെയ്തോ, ഇതേപോലെ തന്നെ ഈ ന്യൂട്രൽ സ്റ്റിമുലികളായ റാബിറ്റ് ഇതിൻ്റെയൊക്കെ കൂടെ മറ്റൊരു കണ്ടീഷൻഡ് സ്റ്റിമുലി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു, വൈറ്റ് റാറ്റിനെ കാണിച്ചു കൊടുത്തപ്പോൾ ആൽബർട്ട് എന്ത് ചെയ്തു, ഈ വൈറ്റ് ആയിട്ടുള്ള എലിയെ തൊടാൻ വേണ്ടി ശ്രമിച്ചു. ഈ തൊടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, ബാക്കിൽ ഒരു സ്റ്റീൽ ബാർ കൊണ്ടുണ്ടായ ഒരു ഹാമർ ആ കുട്ടി, ഈ ആരാണ് ബാഡ്സൺ എന്ത് ചെയ്തു, ഒരു ഹാമർ എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കി മേശയിൽ ഇടിച്ചുകൊണ്ട്, തൊടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തു, മേശയിൽ ഇടിച്ചുകൊണ്ട് ആൽബർട്ടല്ല, നമ്മുടെ ഗവേഷകൻ വാട്സൺ ശബ്ദം ഉണ്ടാക്കി. ഓക്കെ, ഓരോ പ്രാവശ്യം ഈ എലിയെ തൊടുന്ന സമയത്തും ഈ ഹാമർ കൊണ്ട് ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, എലിയെ തൊടുന്ന സമയത്ത് ലൗഡ് നോയ്സ് ഉണ്ടാക്കി. അപ്പോൾ ഈ ലൗഡ് നോയ്സും എലിയും തമ്മിൽ എന്ത് ചെയ്തു, പെയറായി. ഇത് എന്തിന് കാരണമായി, ഇത് കുട്ടിക്ക് ഈ എലിയെ കാണുന്ന സമയത്ത് ഭയമുണ്ടാവാൻ കാരണമായി. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തിയറിയിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ, ഒരിക്കലും എന്തല്ല, ഒരാളുടെ അല്ലെങ്കിൽ ഭയം, സ്നേഹം, ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും എന്തല്ല നമ്മളെ പഴയകാല അനുഭവങ്ങളല്ല, അത് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ്. അൺകോൺഷ്യസ് മൈൻഡ് അല്ല ശരിക്ക് ഒരാളുടെ ബിഹേവിയറിന് കാരണം. അത് നമ്മൾ എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ഈ തിയറിയിൽ ഇദ്ദേഹം മെയിനായിട്ട് പറയുന്നത് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. വാട്സൺ argued that human psychology should focus exclusively on observable behavior. Rather than internal mental state. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയം. അതിനുവേണ്ടി ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ ഇദ്ദേഹം കണ്ടെത്തിയ കൺസെപ്റ്റാണ് പറയുന്നത്. ഹി സെറ്റ് ഔട്ട് to show that phobias എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ഫിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിയർ ആർ നോട്ട് ഡീപ്പ് സബ്കോൺഷ്യസ് കോൺഫ്ലിക്റ്റ്.
but are simply conditioned behavioral response. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ മെയിൻ പോയിന്റ് നമ്മൾ ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയെ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഫോബിയാസ് മാത്രമേ ഇദ്ദേഹം പറയണുള്ളൂ. ഈ ഫോബിയാസിന് കാരണം എന്തല്ല, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള തോട്ട്സോ ഇമോഷൻസോ ഒന്നുമല്ല. അത് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. നമ്മളെ ഭയം കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇദ്ദേഹം യൂസ് ചെയ്തതാണ് സബ്ജക്റ്റ് വ്യക്തി. സബ്ജക്റ്റ് പറഞ്ഞാൽ വ്യക്തിയാണ്. 11 month old infant. പേര് ആൽബർട്ട് ബി, അല്ലെങ്കിൽ മറ്റൊരു പേരാണെന്ന് കോമൺലി അറിയപ്പെടുന്നത് ലിറ്റിൽ ആൽബർട്ട് എന്നാണ്. ഇതാണ് അതേ വ്യക്തിയുടെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ഇത് വന്നത്. ഇതിൽ നിന്ന് ഇദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം, റിസൾട്ട്. അതിൽ ഫസ്റ്റ് അദ്ദേഹം കണ്ടെത്തിയ ഓരോ കൺസെപ്റ്റുകൾ, ഇത് നമുക്കിത് കുറേ ടോപ്പിക്കുകൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം 1 മണിക്കൂറിലധികം ശരിക്കും ഈ എക്സ്പെരിമെൻ്റ് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് പരമാവധി നോക്കാം. അതിൽ ഇദ്ദേഹം കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞ ഓപ്ഷൻ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളൂ. അത് മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോന്ന് നോക്കാം. ഇവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ അസോസിയേഷൻ. 2 കൺസെപ്റ്റുകൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതെ 2 കൺസെപ്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം, നിലനിർത്താം. അതായത് ഇവിടെ ഇന്നലെ നമ്മൾ പാവലോൻ്റെ തിയറി പറഞ്ഞ സമയത്ത് ബെല്ലും ഭക്ഷണവും തമ്മിൽ പെയർ ചെയ്യിച്ചു. അപ്പോൾ ബെല്ല് കേട്ടാൽ തന്നെ നായക്ക് എന്ത് ചെയ്യും, വായിൽ ഊന്നീര് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ റാറ്റും ഫിയറും. റാറ്റ് ശരിക്ക് റാറ്റിന് ആ കുട്ടിക്ക് ആദ്യം പേടിയില്ലായിരുന്നു, പക്ഷെ ശബ്ദമുണ്ടാക്കി പേടി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒന്നിൽ മറ്റൊന്ന് പെയർ ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ ഇതിലൂടെ ചെയ്യുന്നത്. അത് സാധ്യമാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് സാധ്യമാണെന്ന് അദ്ദേഹം ഈ തിയറിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഇദ്ദേഹം പറഞ്ഞത് ഫണ്ടമെൻ്റൽ പ്രോസസ് ഓഫ് ലേണിംഗ് ബൈ അസോസിയേഷൻ. അതിൽ അദ്ദേഹം പറഞ്ഞത് ആൻഡ് അൺലേൺഡ് reflex reaction, അതായത് ഫിയർ ഓഫ് ലൗഡ് സൗണ്ട്, അല്ലേ? സൗണ്ട്, ഭയങ്കര സൗണ്ടിന് വാസ്
successfully transferred to a previously neutral object. അതായത് എ furry white rat. അതായത് ആദ്യം ന്യൂട്രൽ ഒബ്ജക്റ്റ് ആയിരുന്ന എലിയിലേക്ക് എന്ത് ചെയ്തു, ഭയം എന്ന ലൗഡ് നോയ്സിലൂടെ എന്തുണ്ടാക്കി, ഫിയർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫിയർ ശരിക്കും റാറ്റുമായി കണക്ട് ചെയ്തതല്ല. ശരിക്ക് ആ കുട്ടിക്ക് റാറ്റിനെ ഭയമില്ലായിരുന്നു, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ ശബ്ദത്തെ റാറ്റുമായിട്ട് ലിങ്ക് ചെയ്യിച്ചു. അതിലൂടെ എന്തുണ്ടായി, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് മനുഷ്യന് ഈ ഫിയർ ഫോബിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കാര്യമല്ല. നമ്മൾ സൊസൈറ്റി ഇങ്ങനെ നമ്മൾ കൃത്രിമമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്. ഈ തിയറി തന്നെ വരുന്നത് മറ്റൊന്നാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നില്ല, പക്ഷെ നമുക്ക് പഠിച്ചു വെക്കാം. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കാം. സ്റ്റിമുലസ് ജനറലൈസേഷൻ. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് റാറ്റിനെയാണല്ലോ പേടി ഉണ്ടായത്. ഈ റാറ്റിനെ പേടി റിസർച്ചർ എന്ത് ചെയ്തു, ഒന്നുകൂടെ വിശദമായിട്ട് പരിശോധിച്ച സമയത്ത് ഇതുമായി റിലേറ്റ് ചെയ്ത എല്ലാത്തിനെയും ഈ വ്യക്തിക്ക് എന്തുണ്ടായി, ഈ കുട്ടിക്ക് ഭയമുണ്ടായി. അതായത് വൈറ്റ് റാബിറ്റ്, അതുപോലെ ഫെറി ഡോഗ്, അതുപോലെ അങ്ങനെ സ്റ്റീൽ സ്കിന്നുള്ള കോട്ട്, സാന്താക്ലോസിൻ്റെ മാസ്ക്, ഇതൊക്കെ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് ഭയം ഉണ്ടായി. അപ്പോൾ അത് ശരിക്കും സ്റ്റിമുലസ് ജനറലൈസ് ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ നമുക്കൊരു വസ്തുവിനോട് ഭയം ഉണ്ടാകുന്ന സമയത്ത് ആ വസ്തുവുമായി റിലേറ്റ് ചെയ്യപ്പെട്ട മറ്റു വസ്തുക്കളോട് എന്തുണ്ടായി, ഈ കുട്ടിക്ക് ഭയമുണ്ടായി. അതിനെന്ത് പറയും, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വൺസ് ആൽബർട്ട് was conditioned to fear the white rat, the researcher discovered that his fear spontaneously transferred to other similar object that he had previously liked. കുട്ടിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്ന സാധനത്തിലേക്കൊക്കെ എന്ത് ചെയ്തു, ഇത് സ്പ്രെഡ് ചെയ്തു. അതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ
കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വിശദീകരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ സമയമില്ല, പക്ഷെ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ആ കുട്ടിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്ന റാറ്റിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ റാറ്റിനോടൊപ്പം ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്ന മറ്റു കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഫിയർ ഡെവലപ്പ് ചെയ്തു എന്നതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണിത്. ഇനിയാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. ക്വസ്റ്റ്യനിൽ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് എന്നും പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത് നോക്കാം. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ മറ്റൊരു പദമാണ് ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി റിലേറ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ആ കുട്ടിക്ക് പരിചയമില്ലാത്ത വേറെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പരിചയമില്ല ഉള്ള കാര്യങ്ങളായിട്ടല്ലേ ജനറലൈസ് ചെയ്തത്. ഇവിടെ ഡിസ്ക്രിമിനേഷന് പറയുന്നത് മുമ്പ് ഈ കുട്ടിക്ക് പരിചയമില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് എന്തുണ്ടായില്ല, ഫിയർ ഒന്നും ഉണ്ടായില്ല. അത് നമ്മൾ അൺറിലേറ്റഡ് ഒബ്ജക്ട്സ്, അതായത് ഇപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ഇങ്ങനെയുള്ള മൃദുലമായ കളിപ്പാട്ടങ്ങളല്ലാത്ത നേരത്തെ പരിചയമില്ലാത്ത സാധനങ്ങളോടൊന്നും എന്തില്ല, ആ കുട്ടിക്ക് എന്തുണ്ടായില്ല, ഫിയർ ഉണ്ടായില്ല. അപ്പോൾ റിലേറ്റഡ് അല്ലാത്ത ഒബ്ജക്റ്റുമായി ഇതെന്ത് ചെയ്യൂല, ഈ കണ്ടീഷനിങ് സാധ്യമല്ല. മുമ്പ് ആ വ്യക്തിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലാണ് എന്ത് ചെയ്യുക, ഈ ഫിയറൊക്കെ ഉണ്ടാവുക എന്നാണ് ഇദ്ദേഹം ഈ തിയറിയിലൂടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഭയപ്പെടുത്തുന്ന ഒരു സിനിമ കണ്ടു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഭയപ്പെടുത്തുന്ന സിനിമ കാണുമ്പോൾ അതുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ നമുക്ക് ഭയം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സിനിമ കണ്ടു, അപ്പോൾ നമുക്ക് വാഹനം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു വാഴയിട്ടത്ത് നമ്മളിങ്ങനെ ഒരു വാഴ കണ്ടു, അപ്പോൾ അത് ആരോ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ ഒരു മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഭയപ്പെടാം. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ടർ കണ്ടിട്ടോ എന്താണ് അങ്ങനെ എന്തെങ്കിലും ലാപ്ടോപ്പ് കണ്ടിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഭയപ്പെടില്ല. അപ്പോൾ നമ്മൾ സിനിമയിൽ എന്താണോ കണ്ടത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭയം ഉണ്ടാക്കുക. സോ ഏത് മേഖലയെ നമ്മൾ എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ് അത് വരിക. അപ്പോൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോബിയാസ് ഡെവലപ്പ് ചെയ്യൂല എന്നതാണ് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. വൈൽ ആൽബർട്ട് ജനറലൈസ്ഡ് his fear to, അപ്പോൾ നമുക്ക് too many furries things he did not show fear towards completely unrelated ഒബ്ജക്റ്റ്. ബന്ധമില്ലാത്ത ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഒബ്ജക്റ്റിനെ അയാൾക്ക് ഭയം ഉണ്ടാക്കിയില്ല എന്നാണ് ഇത് പറയുന്നത്. ദിസ് സെലക്റ്റീവ് റെസ്പോൺസിങ് is known as a discrimination. ഇതാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി
ഇത് 1920 നടന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ശരിക്കും ഇത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇന്നൊരിക്കലും ഈ എക്സ്പെരിമെൻ്റ് നടത്താനുള്ള അനുവാദം എന്ത് ചെയ്യൂല, ആ സൈക്കോളജിന് കൊടുക്കില്ല. കാരണം നമുക്ക് 11 മാസം പ്രായമായ ഒരു കുട്ടി, ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ഭയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് എന്ത് ചെയ്യും, ആ കുട്ടിയുടെ ജീവിതത്തെ, അത് ലൈഫിനെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ നിലവിൽ എന്ത് ചെയ്യൂല, പെർമിഷനോടുകൂടി നടത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവിടെ നമ്മൾ 3 കൺസെപ്റ്റുകൾ പറഞ്ഞു, ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങാം. ഓക്കെ, അവിടെ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് വരുന്നത്, നമ്മൾ ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷനിങ് JB വാട്സൺ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ മെയിൻ, ഇത് വലിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇന്ന് കുറച്ചധികം ഒരു ടോപ്പിക്ക് വന്നാൽ നമ്മൾ കുറച്ചധികം സമയമെടുത്തു. അടുത്ത ബി നോക്കാം. അപ്പർസെപ്റ്റീവ് മാസ്. പെർസെപ്റ്റീവ് മാസ് ഇത് ഡെവലപ്പ് ചെയ്തത് വില്യം വൂണ്ടിൻ്റെ കൺസെപ്റ്റാണ്. വില്യം വൂണ്ട്, ഇദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇദ്ദേഹം 1800-കളിലാണ് ജീവിച്ചത്. 1832 അദ്ദേഹം ജനിച്ചു. 1920 അദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സൈക്കോളജി ലബോറട്ടറി ഫോർമലായിട്ട് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ജർമ്മനിയിലായിരുന്നു. ഈ അപ്പർസെപ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഹെർബർട്ട് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫറാണ് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. ഇത് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിലുള്ള ഒരു കൂട്ടം ഐഡിയാസിനെയാണ് എന്ത് പറയാം, ഈ അപ്പർസെപ്റ്റീവ് മാസസ് എന്ന് പറയാം. നമ്മളൊരു പുതിയ ഐഡിയ, പുതിയൊരു സാധനം കാണുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കാണുന്ന സമയത്ത് നമ്മളെ ഉള്ളിലുള്ള ഇൻഫോർമേഷന് അതുമായി റിലേറ്റഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാണ്. അധ്യാപകൻ എന്ന നിലയിൽ ഞാനൊരു വസ്തു കാണുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാനത് കാണുക. ഡോക്ടർ ഒരു വസ്തു കാണുന്ന സമയത്ത് ഡോക്ടറുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ആ വസ്തു കാണുക. ഓക്കെ, എന്ത് ഐഡിയ ആണെങ്കിലും എന്ത് വസ്തു ആണെങ്കിലും നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലായിരിക്കില്ല ആ വ്യക്തി കേൾക്കുക. അയാളെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്, അയാളെ മെമ്മറിയുടെ ബേസിലാണ് എന്ത് ചെയ്യുക, അദ്ദേഹം ആ കാര്യം എന്ത് ചെയ്യുക, അയാളെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ഓഫ് നോളജ് എന്നാണ് ഈ അപ്പർസെപ്റ്റീവ് മാസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മ്യൂസിക് കേൾക്കുകയാണ്, മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കേൾക്കുകയാണെങ്കിൽ അത് ഒരു ഡോക്ടർ കേൾക്കുന്ന പോലെയല്ല ഒരു മ്യൂസീഷ്യൻ കേൾക്കുക, ഒരു ഡോക്ടർ കേൾക്കുന്ന പോലെയല്ല ഒരു അധ്യാപകൻ കേൾക്കുക. ഓരോരുത്തരും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, കേൾക്കുക. അതിനാണ് എന്ത് പറയുക, അപ്പർസെപ്ഷൻ എന്ന് പറയാം. അപ്പർസെപ്റ്റീവ്
മാസസ് എന്ന് ഇതിനെ പറയും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തത് വില്യം വോണ്ട്. ഇദ്ദേഹം ജനിച്ചത് 1832 അദ്ദേഹം മരണപ്പെട്ടത് 1920. He was the father of experimental psychology. അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ ഫാദറാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫൗണ്ട് ദ ഫസ്റ്റ് ഫോർമൽ സൈക്കോളജിക്കൽ ലബോറട്ടറി in Germany in 1879. അത് നോട്ട് ചെയ്യണതാണ്. അത് ചോദിക്കാനൊക്കെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ എവിടെന്നെങ്കിലൊക്കെ ചോദിച്ചുകൂടായില്ല. നമുക്ക് എന്താണ് അപ്പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൺസെപ്റ്റ് എന്താന്ന് നോക്കാം. ഈ ടേം അപ്പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞ ടേം, അപ്പേഴ്സെപ്ഷൻ, ഈ ടേം ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ഒരു ഫിലോസഫർ ഹെർബർട്ടാണ്. ഹെർബർട്ട്, ഇതിന് മുഴുവൻ പേര് ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് എന്ന വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ വൂണ്ടാണ്, വില്യം വൂണ്ടാണ് എന്ത് ചെയ്ത് ഇതിനെ സൈക്കോളജിയിലേക്ക് എന്ത് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. ഇദ്ദേഹമാണ് സൈക്കോളജിയിലേക്ക് ഇത് എന്ത് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇൻ്റഗ്രേറ്റഡ് ഇറ്റ് ഇൻടു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. എന്താണ് ഈ എന്താണ് അപ്പേഴ്സെപ്റ്റീവ് മാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പേഴ്സെപ്റ്റീവ് മാസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ്, ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. Perceptive mass is a cluster of ideas past experience and memories that are already present in a person's conscious mind. അതായത് നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഉള്ള ഇൻഫോർമേഷനാണ്. നമ്മൾ എന്ത് സാധനം കാണുമ്പോഴും ഈ ഇൻഫോർമേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാന്നുള്ളത് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു സാധനം കാണുന്ന സമയത്ത് അത് നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസുമായി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു റോബോട്ടാണ്. റോബോട്ടിന് 4 കാല് ഉണ്ട്, ഒരു തലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ ശരിക്കും അത് റോബോട്ടാണ്, നായൊന്നുമല്ല.
പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളെ പ്രീവിയസ് മെമ്മറിയൊക്കെ വെച്ചിട്ട് നമ്മൾ നായയുടെ രൂപത്തിലുള്ള റോബോട്ടാക്കി മാറ്റും. ശരിക്കും അത് ആ ഷേപ്പ് മാത്രമാണ് ശരിക്കും നായ എന്ന് പറയുന്നത്. നായ എന്ന് ചിലപ്പോൾ നമ്മൾ വിളിച്ചുകൂടായില്ല. അപ്പോൾ ഇതിങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഇതിനാണ് എന്ത് പറയാം, ആ പെർസെപ്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ മൂന്നാമത്തത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ 2 ആരാണ് നോക്കാം. ഓപ്ഷൻ 2 ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, വില്യം ബൂണ്ടാണ്. ആ പെർസെപ്റ്റീവ് മാസ് വില്യം ബൂണ്ട്. ഈ അൺകോൺഷ്യസ് ഇൻഫറൻസസ്, പെർസെപ്റ്റീവ് മാസസ് വില്യം ബൂണ്ട്. ഇനി അടുത്ത് നോക്കാം. സി നോക്കാം. സി ആരാണ്? അൺകോൺഷ്യസ് ഇൻഫറൻസസ്. അൺകോൺഷ്യസ് ഇൻഫറൻസസ്, ഹെർമൻ വോൺ ഹെൽംഹോൾട്ട്സ്. ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം പറയുന്നത് നോക്കാം. ഇദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ ഫിസിയോളജിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം. മെയിനായിട്ട് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും വിഷ്വൽ പെർസെപ്ഷനെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വിഷ്വൽ പെർസെപ്ഷൻ, നമ്മൾ ഒരു ക്യാമറ റെക്കോർഡിങ്, നമ്മൾ ഒരു സാധനം, നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു ക്യാമറയെ പോലെയല്ല നമ്മളൊരു സാധനം കാണുന്നത് അല്ലേ. ക്യാമറ എങ്ങനെയാണ്? ക്യാമറ ഒരു സാധനം ഒരു വഴിയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ചിത്രങ്ങളൊക്കെ പതിയും. പക്ഷെ ഇവിടെ നമ്മളൊരു ചിത്രങ്ങൾ, നമ്മുടെ കണ്ണിൽ ഒരു ചിത്രം പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അൺകോൺഷ്യസ് ഇൻഫറൻസസ്, അതായത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക് ഈ സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ഗസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അൺകോൺഷ്യസ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കിട്ടുന്ന ഡാറ്റ ഇൻകംപ്ലീറ്റ് സെൻസറി ഡാറ്റയാണ്. ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസറി ഡാറ്റയെ നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും നോളജിൻ്റെ ബേസിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനാണ് എന്താ പറയുക, അൺകോൺഷ്യസ് ഇൻഫറൻസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഞാനൊരു ദൂരെയുള്ള ഒരു വീട് കാണാം. ഒരു മലയുടെ മുകളിലൊരു വീടുണ്ട്. നമ്മളെ കണ്ണിൽ ശരിക്കും അത് ചെറിയൊരു വീടാണ്. പക്ഷെ നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് ഇത്ര വലുപ്പമുള്ള വീടായിരിക്കും, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഇത്ര ഉണ്ടായിരിക്കും. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിൻ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗസ് ചെയ്യാനും സഹായിക്കുന്ന ആ പ്രോസസ്സിനെയാണ് അൺകോൺഷ്യസ് ഇൻഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെയ്യാം. നോട്ട് ശരിക്കും നമ്മൾ മുമ്പ് പേന കൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. പേന കൊണ്ട് എഴുതുന്ന സമയത്ത് വായിക്കാനും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് നോട്ട് പ്രോപ്പറായിട്ട് കയ്യിലുണ്ടാവുകയും ചെയ്യും. പിന്നെ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന നോട്ടല്ല, പല ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുന്ന നോട്ടാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് PPT ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്.
ഹെൽംഹോൾട്സ്. ഇദ്ദേഹം ജനിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞ 1821 അദ്ദേഹം ജനിച്ചു. 1994 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം ആരാണ്? ജർമ്മൻ ഫിസിസിസ്റ്റ് ആൻഡ് ഫിസിയോളജിസ്റ്റ്. who made massive contribution to our understanding of the human nervous system. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ ഒപ്റ്റിക്സ് ആൻഡ് വിഷ്വൽ പെർസെപ്ഷൻ. ഈ വിഷ്വൽ പെർസെപ്ഷനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഇദ്ദേഹം പറയുന്നത് he argued that human visual perception is not just a passive camera recording reality. ക്യാമറ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ പോലെയല്ല മനുഷ്യനെ കാണുന്നത് അദ്ദേഹം പറയുന്നു. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഡാറ്റാ ഡ്രിവൺ റീകൺസ്ട്രക്ഷൻ പ്രോസസ്. അതായത് എന്താണോ നമുക്ക് പുറത്തുള്ള വിവരം അത് അതേപോലെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുണ്ട്. അൺകോൺഷ്യസ് ഇൻഫറൻസ് ഈസ് ആൻ ഇൻവോളണ്ടറി reflex mechanism where the brain automatically calculate and guess what an object is based on incomplete sensory data and past experience. ഒന്നുമില്ല, നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കണ്ണൊരു ക്യാമറ പോലെ മാത്രമല്ല നമ്മൾ വിഷ്വൽ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കൂടെ കിട്ടുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് ഡി നോക്കാം. ഡി ലോക്കൽ സൈൻ.
ലോക്കൽ സയൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് റഡോൾഫ് ലോഡ്സെ ആണ്. ഓക്കെ, ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ എന്താണ് ഇത് ഇദ്ദേഹം പറയാൻ നമ്മളെ വിഷ്വൽ സെൻസേഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് സ്പേസും ലൊക്കേഷൻസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് ലോക്കൽ സയൻസ് എന്ന കൺസെപ്റ്റിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇരിക്കണ സമയത്ത് പെട്ടെന്നൊരു കൊതു വന്ന് കടിച്ചു. കൊതു വലത് കൈയിൻ്റെ പുറം ഭാഗത്താണ് കൊതു കടിച്ചതെന്ന് കരുതാം. അപ്പോൾ നമ്മളതിലേക്ക് ശ്രദ്ധിക്കണമൊന്നുമില്ല. കൊതു കടിച്ച് വേദന അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് എന്തോ അനുഭവപ്പെടും, വലത് കൈയുടെ ഈ മുകൾ ഭാഗത്താണ് വേദന വരുന്നത്, അവിടെ കൊതു കടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് നമ്മുടെ ഈ കാഴ്ച കേൾവിയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് സെൻസ് ചെയ്യാനും കൂടി കഴിയുന്നുണ്ട്. നമ്മൾ ചിത്രങ്ങൾ കാണുക എന്നുള്ളതല്ലല്ലോ, വേദന അനുഭവിക്കുക എന്നത് മാത്രമല്ല, വേദന എവിടെ നിന്ന് വരുന്നു ആ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനലൈസ് ചെയ്യാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. ഇതിന് ലോക്കൽ സയൻസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു വലിയൊരു തിയറിയാണ്, കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ശരിക്കും ഇത് തന്നെ ഒരു മണിക്കൂറിലധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണത്, ഇദ്ദേഹത്തിൻ്റെ തിയറി എന്താണെന്നൊക്കെ നോക്കാം. ഇദ്ദേഹം റഡോൾഫ് ലോഡ്സെ, ഇദ്ദേഹം 1817 ജനിച്ചത്. ഇദ്ദേഹം 1881 മരണപ്പെട്ടും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫറുമാണ്. ഫിലോസഫർ ആൻഡ് ഫിസിയോളജിസ്റ്റ്. ബിൽഡ് bridge between speculative philosophy and empirical physiology. ഫിലോസഫിയും ഫിസിയോളജിയും തമ്മിലൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ, ഒരു പാലുണ്ടാക്കിയ ഇദ്ദേഹമാണ് എന്ന് പറയുന്നു. എന്താണ് ദ തിയറി ഓഫ് ലോക്കൽ സൈൻ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തിയറി ഓഫ് ലോക്കൽ സൈൻ. ഇതിനെ ജർമ്മൻ ഭാഷയിൽ ഇങ്ങനെ പറയാം, explain how our mind learn to perceive space and location through visual sensation. അതിൽ പറയുമ്പോൾ നേരത്തെ കൊതുകിൻ്റെ ഉദാഹരണം മനസ്സിലായല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്നത്, ഹി ആർഗ്യൂഡ് ദാറ്റ് every single point on our skin or retina produce
എ യുണീക്ക് ക്വാളിറ്റേറ്റീവ് ഫീലിംഗ്, അതിനാണ് ഈ ലോക്കൽ സൈൻ എന്ന് പറയും. ലോക്കൽ സൈൻ വെൻ സ്റ്റിമുലേറ്റഡ്. ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. കൊതുവിൻ്റെ ഉദാഹരണം എടുത്താൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. ഒരു കൊതു നമ്മളെ കടിച്ച സമയത്ത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്താണ് കൊതു കടിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും അതൊരു ലോക്കൽ സൈനാണ്. നമ്മളെ ബ്രെയിനിന്, നമ്മളെ കണ്ണിന്, നമ്മളെ ബോഡിക്ക് എന്തുണ്ട്, അതിനുള്ള കഴിവുണ്ട്. ആ സാധനം അനുഭവപ്പെടുക എന്നതിലുപരി അതിന് ലൊക്കേഷന് കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് 4 കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഡിസ്ക്രിമിനേറ്റീവ് കണ്ടീഷൻ JB വാട്സൺ, പിന്നെ അപ്പോസെപ്റ്റീവ് മാസസ് വില്യം വൂണ്ടാണ്, പിന്നെ അൺകോൺഷ്യസ് ഇൻഫ്ലുവൻസ് ഹാംഹോട്സ് ആണ്, അതുപോലെ ലോക്കൽ സൈൻ എന്ന് പറയുന്നത് റഡോൾഫ് ലോട്ട്സെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഇന്ന് ഉണ്ടായിരിക്കും, ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് തിയറിയാണ്? ഈ തിയറി എത്രയാ പറഞ്ഞത്? നോക്കട്ടെ. ഇവിടെ ഇതിൽ സൈറ്റിൽ നോക്കിയിട്ട് 1920 തന്നെയാണ് കാണിക്കണത്, കണ്ടോ? നിങ്ങൾ എവിടുന്നാണ് 1913 എവിടുന്നാ കിട്ടിയത്? എന്താ ഗൂഗിളിൽ അടിച്ചപ്പോൾ 1920 കാണിക്കുന്നത്. കണ്ടല്ലോ, സ്ക്രീനിൽ കണ്ടില്ലേ? ഏത് സോഴ്സ് ഒന്നും ആയിക്കോട്ടെ, ഗൂഗിളിൽ 1920 തന്നെയാണ് കാണിക്കുന്നത്. മറ്റേത് ഏതായിരുന്നു? മറ്റെന്തായിരുന്നു പ്രശ്നം പറഞ്ഞത്? നോക്കട്ടെ, അതൊന്ന് നോക്കട്ടെ. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1821 മുതൽ ഓക്കെ 1894 ഒരു 1994 മാറിയതാണ്. ഓക്കെ, 1821 ടു 1894. ഓക്കെ, അപ്പോൾ നമുക്ക് 8. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പെരിമെൻറ്റ് 1920 തന്നെയാണ്. ഓക്കെ, നിങ്ങളൊന്ന് അതൊന്ന് സ്ക്രീൻഷോട്ട്